എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നിട്ടും സ്മാർട്ട് സിറ്റിയിൽ നിന്നുമെല്ലാം വളരെ അടുത്തായിട്ട് പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു 4 BHK ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 5.5 സെൻറ്റ് ലാൻഡിലായിട്ട് 2550 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ശുദ്ധമായ കിണർ വെള്ളം ലഭിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 6.5 കിലോമീറ്ററും കാക്കനാട് ടൗണിലേക്ക് ഏകദേശം 7 കിലോമീറ്ററും കൂടാതെ തൃപ്പൂണിത്തുറയിലേക്ക് ഏകദേശം 12 കിലോമീറ്ററുമാണ് വരുന്നത്. ഇവിടെ നിന്നിട്ട് നമ്മുടെ ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വീടിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാം ആൻഡ് ക്വയറ്റ് പക്കാ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വടക്ക് ദർശനത്തിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പക്ക കണ്ടംപററി ബോക്സി ടൈപ്പ് എലവേഷൻ വീടിന് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ലൂവർ പാനലിംഗ് വർക്കുകളും LED സിലിണ്ടറിക്കൽ ലൈറ്റുകളും നല്ല രീതിയിലുള്ള സിമൻറ്റ് ടെക്സ്ചർ വർക്കുകളും ഗ്ലാസ് ഫ്രെയിമിൻ്റെ വർക്കുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ കാണാൻ ചന്തമുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ റോഡ് ആക്സസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം വീതിയുള്ളൊരു 4.5 മീറ്ററോളം വീതി വരുന്ന ഒരു ടാർ റോഡ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫുള്ള് ഒരു പെബിൾ ടെക്സ്ചറൊക്കെ വിരിച്ചിട്ട് ഒരു ഗ്ലാഡിങ് ടൈലിൻ്റെ വർക്ക് കൊടുത്ത് സ്പോട്ട് ലൈറ്റുകളും GI ഫ്രെയിം വർക്ക് കൊടുത്തിട്ടാണ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഗേറ്റിൻ്റെ പില്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഗേറ്റ് ലൈറ്റുകൾ 2 പില്ലറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ആർച്ച് വർക്ക് GI ഫ്രെയിമിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന, മറ്റൊരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഗേറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു HPL ഷീറ്റും CNC കട്ടിങ് കൊടുത്തിട്ടൊരു നല്ലൊരു കളർ പാറ്റേണിലാണ് ഗേറ്റിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കവേർഡ് പാർക്കിംഗ് ഏരിയ വരുന്നത്. താഴെയായിട്ട് ഒരു കോബർ സ്റ്റോണിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. പോർച്ചിൻ്റെ മുകളിലായിട്ട് ലൂവർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് പോർച്ചിൻ്റെ ഒരു വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലിട്ട് ഒരു സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ട് പെബിൾസൊക്കെ വിരിച്ച് ഒരു ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു 2-3 പേർക്ക് ഈസി ആയിട്ട് നടന്നു പോകാവുന്ന സൗകര്യം നമുക്ക് ഈ ഏരിയയിൽ കിട്ടുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കന്നിമൂല ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെയും നല്ല രീതിയിലൊരു പ്ലാന്റ് ബോക്സിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ട് ചെറിയൊരു പ്ലാന്റൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല രീതിയിൽ പാവിങ് ടൈലൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. അത്യാവശ്യം സ്പേസൊക്കെ നമുക്ക് ഈ ഭാഗത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെയാണ്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതിൻ്റെ കോമ്പൗണ്ടുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ചെറിയൊരു പ്ലാന്റ് ബോക്സിൻ്റെ വർക്കുകൾ കൊടുത്തിട്ട് ഒരു പ്ലാന്റ് വർക്കുകൾ, ഒരു പാം ട്രീയുടെ വർക്കൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അഡീഷണൽ പാർക്കിംഗ് ഏരിയ വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയും കടപ്പാക്കല്ലൊക്കെ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ ഒരു വലിയ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് കിണറിൻ്റെ സൗകര്യം വരുന്നുണ്ട്. കൂടാതെ KW വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലേക്കായിട്ടും അത്യാവശ്യം ഒരു പ്ലാന്റ് ബോക്സിൻ്റെ വർക്കും ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ട് ഒരു ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ വർക്ക് കൊടുത്ത് പെബിൾസൊക്കെ ബിറ്റ്വീനായിട്ട് കൊടുത്തിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ എൻട്രിയിലായിട്ട് ഒരു ചെറിയൊരു പ്ലാന്റ് ബോക്സിൻ്റെ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം വീതിയുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഷൂ റാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഗ്രാനൈറ്റിൻ്റെ ടോപ്പ് കൊടുത്തിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പോർച്ചിൽ നിന്നിട്ടുള്ള ലൂവർ പാനലിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു LED ലൈറ്റുകളുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.10 വീതിയിൽ വരുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത ഡോറാണ് കൊടുത്തിരിക്കുന്നത്. തേക്കൂട്ടിൽ തന്നെയാണ് ഡോറ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വടക്ക് വശത്തേക്ക് ഒരു വൈഡ് വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. കൂടാതെ ഡബിൾ ലൈറ്റഡ് ആയിട്ടാണ് ഈ ഏരിയ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലൊരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിലായിട്ട് ഫാൻസി ലൈറ്റുകൾ വരുന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ടും
ഒരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ ടി വി ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ടൊരു ബോർഡ് വർക്കുകൾ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലൂവർ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം ഒരു ക്യൂരിയസ് ഒക്കെ വയ്ക്കാൻ പറ്റുന്നുള്ള ഒരു പോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈറ്റിങ്ങുകളുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് എൻ്റെ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഏകദേശം ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ടൊരു 4 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഭിത്തിയിലൊക്കെ ആയിട്ട് ഫാൻസി ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു BLDC ഫാൻസി ഇതിൽ വരുന്ന ഫാനിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെയാണ് വാഷ് കൗണ്ടറിൻ്റെ ഏരിയ വരുന്നത്. ജാഗോറിൻ്റെ തന്നെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ വരുന്ന വാഷ് ബേസും അതിനോട് അറ്റാച്ച്ഡായിട്ട് ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ജാഗോറിൻ്റെ ടാപ്പും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ വർക്കുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ് നമ്മളെത്തുന്നത്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഒരു ക്രോക്കറി ഷെൽഫുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചൻ്റെ പാർട്ടീഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ടോപ്പിലായിട്ട് ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തെക്ക് കിഴക്കേ മൂലയിലായിട്ട് അഗ്നികോണിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. ഒരു L ടൈപ്പിൽ വരുന്ന നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് കൗണ്ടർ ടോപ്പായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഫാബറിൻ്റെ ഒരു ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് ഹോബ് കൊടുത്തിട്ടുണ്ട് 4 ബർണറിൻ്റെ. കിഴക്ക് ഭാഗത്തേക്കായിട്ട് 2 സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും BLDC ഫാനിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് ഒരു ജാഗോറിൻ്റെ തന്നെ ടാപ്പുകളും അതിനോടനുബന്ധിച്ചൊരു ക്വാളിറ്റിയുള്ള സിങ്കും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊരു GTPT സ്റ്റോറേജ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് മറ്റേ ഓവനൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഫ്രിഡ്ജൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഈ ഭിത്തിയിലായിട്ട് അവൈലബിൾ ആണ്. വലിയൊരു ഫ്രിഡ്ജൊക്കെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ വർക്ക് ഏരിയ വീടിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയും കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്ന നാനോ വൈറ്റിൻ്റെ ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്വാളിറ്റിയുള്ള സിങ്കും അതിനോടനുബന്ധിച്ച് ജാഗോറിൻ്റെ തന്നെ ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്ക് ഒരു ഡിഷ് വാഷറൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അത്യാവശ്യം നല്ലൊരു സെറ്റ് ബാക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും അഡീഷണൽ ഒരു വർക്ക് ഏരിയ സ്പേസൊക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. ഇവിടെയും ഒരു പാവിങ് ടൈലൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. ഡോറ് തുറന്ന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂലയിലാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടും തെക്ക് ഭാഗത്തായിട്ടും വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും ഫാൻസി ലൈറ്റുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് വർക്ക് വരുന്നുണ്ട്. അതെല്ലാം സ്ലൈഡിങ് ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്കൊരു മിററിൻ്റെ സൗകര്യവും മേക്കപ്പ് ഷെൽഫുകളും താഴെയായിട്ട് സ്റ്റോറേജുകളും വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. ജാഗോറിൻ്റെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകളും ജാഗോറിൻ്റെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ തന്നെയാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. അതിൻ്റെ പാസേജിലൊക്കെ ആയിട്ട് ഒരു മൊറോക്കൺ ടൈലിൻ്റെ ഒരു പാറ്റേൺ വർക്ക് നമുക്ക് കാണാൻ പറ്റുന്ന നല്ല ഭംഗിയിൽ തന്നെ അതെല്ലാം ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. വടക്ക് ഭാഗത്തേക്കായിട്ട് നമുക്ക് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ടും 2 സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഹെഡ് റെസ്റ്റ് വരുന്ന ഭിത്തിയിലായിട്ട് നല്ലൊരു വെൽവെറ്റ് ഫോഗിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടൊരു
ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മുന്നേ കണ്ട ബെഡ്റൂമിലെ പോലെ തന്നെ സ്ലൈഡിംഗ് ഡോറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്ന കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച്ഡായിട്ട് മിററിൻ്റെ സൗകര്യങ്ങളും മേക്കപ്പ് ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന നല്ലൊരു കളർ പാറ്റേണിൽ വരുന്ന ടൈലൊക്കെ കൊടുത്തിട്ട് വരുന്നൊരു ബാത്റൂമാണ് വരുന്നത്. ജാഗ്വാറിൻ്റെ തന്നെ ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ബാത്റൂം നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ്ങിൻ്റെ കോർണറിൽ നിന്ന് പോകുന്ന ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ഒരു കണ്ടംപററി ബീം സ്റ്റെയർ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഒരു വുഡൻ പാനലിങ്ങിലാണ് അതിൻ്റെ ഫ്ലോറൊക്കെ കൊടുത്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ട് ഹാൻഡ് റെയിലുകൾ വരുന്നതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസുകൾ, ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ബോക്സുകളുടെ വർക്കുകൾ വരുന്നതിൻ്റെ താഴെയായിട്ട് ഗ്രീൻ മാറ്റൊക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ സ്റ്റെയറിൻ്റെ അടുത്ത വശത്തായിട്ട് നമ്മുടെ വാഷ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ട് വരുന്നൊരു പാർട്ടീഷൻ, നല്ലൊരു സ്ലീക്ക് ഡിസൈനിൽ വരുന്ന ഒരു പാർട്ടീഷൻ ഫ്രെയിം വർക്കുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് UPVC പാനലിങ്ങിൽ വരുന്ന ഒരു സ്ലൈഡിംഗ് ഡോറിൻ്റെ സൗകര്യങ്ങൾ ബിഹൈൻഡിലായിട്ട് ഒരു ഫ്രെയിം വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് തന്നെയാണ് ഇതിനെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും നമുക്ക് കിട്ടുന്നതാണ്. കൂടാതെ ഈ ഭിത്തിയിലൊക്കെ ആയിട്ട് നല്ല രീതിയിലൊരു വർക്കൊക്കെ കൊടുത്ത് നല്ലൊരു ആർട്ടിഫിഷ്യൽ വർക്കുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ ഒരു ഡബിൾ ലൈറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ ആയതുകൊണ്ട് അവിടെ നല്ലൊരു ഫോൾ സീലിംഗ് വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിങ് സ്പേസിൻ്റെ കിഴക്ക് ഭാഗത്തെ ഭിത്തികളായിട്ടൊരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ടും ഒരു TV യൂണിറ്റൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. വലിയ TV ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിങ്ങുകൾ വരുന്നുണ്ട്. ഒരു നല്ലൊരു ക്ലോക്കിൻ്റെ സൗകര്യങ്ങൾ, ഒരു സ്കൾട്ടൺ ക്ലോക്കിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമിൻ്റെ ഭിത്തിയുടെ പാസേജിലായിട്ടും നല്ല രീതിയിലൊരു മൊറോക്കോൺ ടൈലിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്ലാന്റ് ബോക്സും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കന്നിമൂലയിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. താഴത്തെ ബെഡ്റൂമിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് സെയിം വലിപ്പത്തിൽ തന്നെ നമുക്ക് ഈ ബെഡ്റൂം കിട്ടുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ടും പടിഞ്ഞാറ് ഭാഗത്തായിട്ടും വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിലൊരു ഫാൻസി ലൈറ്റിൻ്റെ സൗകര്യം വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സൈഡിലായിട്ടാണ് കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു 3 പാളി കബോർഡ് വർക്ക് വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച്ഡായിട്ട് ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന ബാത്റൂം തന്നെയാണ്. ജാഗ്വാറിൻ്റെ തന്നെ ഫിറ്റിങ്സുകളുടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. ഡോർ തുറന്ന് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം സ്പേസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. വടക്ക് ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. ഒരു കൂളിംഗ് ഫിലിം ഒട്ടിച്ചിട്ടുള്ള ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ഭാഗത്തായിട്ടും കിഴക്ക് ഭാഗത്തായിട്ടും 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. ഒരു ഫാൻസി ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ ഭിത്തിയിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറൊക്കെ കൊടുത്തിരിക്കുന്ന FRP ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് വരുന്നത്. സെയിം ഫിറ്റിങ്സുകൾ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി കം സ്റ്റഡി ഏരിയ സ്പേസിലേക്കാണ് വരുന്നത്. ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇതിൻ്റെ യൂട്ടിലിറ്റി കം സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത്. ഒരു വലിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ അതൊരു പാർട്ടീഷൻ ചെയ്ത് ഒരു സൈഡിൽ സ്റ്റഡി ഏരിയ ആയിട്ടും മറ്റേ സൈഡിൽ യൂട്ടിലിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓഫീസൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ കൊടുത്ത് ഡ്രോയൊക്കെ കൊടുത്തിട്ട് പ്ലഗ് പോയിൻ്റ് സൗകര്യങ്ങൾ വരുന്നുണ്ട്. മുകളിലായിട്ട്
ബുക്ക് ഷെൽഫ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു കുഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക. കോൺക്രീറ്റ് റൂഫായിട്ട് തന്നെ കൊടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് യൂട്ടിലിറ്റി ആയിട്ടോ സെർവൻറ്റ് റൂമായിട്ടോ അല്ലെങ്കിൽ മെയ്ഡ് റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് പ്ലഗ് പോയിൻറ്റുകളും ടാപ്പ് പോയിൻറ്റുകളും അതിനോടനുബന്ധിച്ചൊരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു പുറത്തേക്കുള്ളൊരു എൻട്രിയിലേക്കാണ് വരുന്നത്. ഫ്രെയിം ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റെയർ കയറിന്ന് മുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ വിശാലമായൊരു സ്റ്റെയർ കിട്ടാൻ ഓപ്പൺ ടെറസ് കിട്ടാനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയിലേക്കുള്ള പാസേജിലായിട്ട് നമുക്ക് താഴത്തെ ലിവിങ് ഏരിയയുടെ ഒരു ഡബിൾ ലൈറ്റ് വ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വൈഡ് ഗ്ലാസ് വിൻഡോസിൻ്റെ സൗകര്യങ്ങൾ ഭിത്തിയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ബാൽക്കണിയിലേക്കുള്ള ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഡബിൾ ലൈറ്റ് വ്യൂവിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഗ്ലാസ് വിൻഡോസിൻ്റെ സൗകര്യം നമുക്ക് ബാൽക്കണിയിൽ അവൈലബിൾ ആണ്. കൂടാതെ ഒരു പ്ലാന്റ് ബോക്സ് വരുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ SS-ൻ്റെ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി സീലിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ലോവർ പാനലിങ്ങുകളും LED സിലിണ്ടറൊക്കെ ലൈറ്റുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഇതിൽ വരുന്നൊരു തൂണിലായിട്ട് നല്ല രീതിയിൽ ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ല രീതിയിലൊരു കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ ലഭ്യമാണ്. ഒരു ആർക്കിടെക്ചറൽ 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നിട്ടും സ്മാർട്ട് സിറ്റിയിൽ നിന്നുമെല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ശുദ്ധമായ കിണർ വെള്ളം ലഭിക്കുന്നുണ്ട്. ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വീട് കൂടിയാണ്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5.5 സെൻറ്റ് ലാൻഡിലായിട്ട് 2550 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരു സ്റ്റഡി റൂം സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,15,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ അല്ലെങ്കിൽ ഇതുപോലൊരു വീട് നോക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്.